ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സ്ട്രൈറ്റ് പാൻറ്റ് തയ്ച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ തയ്യൽ പഠിക്കാത്തവർക്കും നമുക്ക് സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്നും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാകുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്യണതും അതേപോലെ തന്നെ തയ്ക്കണതും നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാൻറ്റ് തയ്ക്കാനുള്ള തുണി ഇതാ രണ്ടായിട്ട് ഞാൻ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ തുണിയുടെ ഓപ്പൺ ഉള്ള ഭാഗം നമ്മുടെ വശത്തൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ലെങ്ത്ത് എത്രയാണോ നമ്മൾ ലെങ്ത്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പുക്കിൽ നിന്നും 1 ഇഞ്ച് മുകളിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് താഴെ നെരിയാണിൻ്റെ കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കാൽപാദം വരെ ലെങ്ത്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എടുക്കുക. അപ്പോൾ എടുത്തിട്ട് ആ ഒരു ലെങ്ത്താണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ലെവൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ലെങ്ത്ത് വേണ്ടത് 37 ഇഞ്ചാണ്. ആ ഒരു ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തു. പിന്നെ അരയുടെ വണ്ണം ഒരു ഫിംഗർ ലൂസിൽ നമുക്ക് അരയുടെ വണ്ണം എടുക്കുക. അതിൻ്റെ 4ൽ ഒരു ഭാഗം 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം കൊടുത്തിട്ട് 11 ഇഞ്ചിലാണ് ഞാനിവിടെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ക്രോച്ചിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത്ത് ഉണ്ടല്ലോ, ലെങ്ത്തിനെ നമ്മൾ 3ആയിട്ട് ഭാഗിച്ച് കൊടുക്കുക. അപ്പോൾ 37നെ 3ആയിട്ട് ഭാഗിച്ചാൽ കിട്ടുന്ന സംഖ്യ 12.3 നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് 13.3ലാണ് ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് കാണേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ ലെങ്ത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലേക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 13 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് കൊടുക്കുന്നത്. ഇവിടെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്ട്രൈറ്റ് പാൻറ്റ് തയ്ക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് അളവെടുത്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കുക. ഇനി മുകളിലത്തെ അതേ വീതി ഇവിടെ ഉണ്ടോ നോക്കുക. 11 ഇഞ്ച്. അപ്പോൾ ഇവിടെ 11 ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു 3 ഇഞ്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് ലൂസ് വേണ്ടവർ 3 ഇഞ്ച് കൊടുക്കുക. അല്ലാത്തവർ ഒരു 2.5 ഇഞ്ച് എങ്കിലും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇവിടെ നിന്നും ഇങ്ങനെ മുകളിലേക്ക് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെ നിങ്ങളുടെ കൈവശം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഭാഗത്ത് നിന്നും അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് മൊത്തം ഈ ഒരു വീതി ഉണ്ടല്ലോ, ഇവിടെ നിന്നും ഈ ഒരു ക്രോച്ച് നമ്മൾ 3 ഇഞ്ച് അടക്കം മാർക്ക് ചെയ്ത അതുവരെയുള്ള വീതി നോക്കുക. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി 6.25 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 6.25 എവിടെയാണോ വന്നിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് 6.25 വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലും ഇതേപോലെ 6.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴെയും 6.25 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ താഴെ ഭാഗം 6.25 ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു 3 പോയിൻറ്റും കൂടി ഉണ്ടല്ലോ സെൻറ്ററിൽ നമ്മൾ 3 പോയിൻറ്റ് മാർക്ക് ചെയ്തത് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ വരച്ചെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മിഡിൽ ഭാഗം ഒന്ന് കാണണം കേട്ടോ. ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റിൻ്റെയും സെൻറ്റർ ഭാഗം കാണുക. അപ്പോൾ അവിടെയാണ് നമുക്ക് നമ്മളെ മുട്ടിൻ്റെ ഭാഗം വരിക. അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം ഇതിൻ്റെ സെൻറ്റർ എത്രയാണ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക. ഇതിൻ്റെ പകുതി വരുന്നത് 11.25. അപ്പോൾ ഈ 11.25 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്.
ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് നിന്നും എത്രയാണോ വീതി, അപ്പോൾ ഇവിടെ നമുക്ക് 6.25 കിട്ടിയിട്ടുള്ളത്. ഈ 6.25 നിന്നും 2 ഇഞ്ച് നമ്മൾ കുറക്കുക കേട്ടോ. അപ്പോൾ ഈ 6.25 വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പോൾ ഞാൻ ഇവിടെ 7 ഇഞ്ച് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറക്കണത് എങ്ങനെയാണ് ശരിക്കും നമുക്ക് താഴെ ഭാഗത്തു നിന്നൊക്കെ 2 ഇഞ്ച് കുറക്കുമ്പോൾ ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 7 ഇഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ പോയിൻ്റ് കുറച്ച് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ പോയിൻ്റുകൾ ഒരു 3/4 7 ആക്കിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുകളിൽ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 7ൽ നിന്നും 2 കുറക്കുക. അപ്പോൾ 2 നമ്മൾ 7ൽ നിന്ന് 2 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ നമുക്ക് 5 ഇഞ്ച്. അപ്പോൾ ഈ ഒരു 5 ഇഞ്ച് ഇങ്ങോട്ടും നമ്മൾ മാർക്ക് ചെയ്യുക. ഈ മുട്ടിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അപ്പോൾ അവിടെ നിന്നും ഇങ്ങോട്ടും 5 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ 4 ഇഞ്ച് നമ്മൾ ആദ്യത്തെ ലൈനല്ല കേട്ടോ, ഇപ്പോൾ ഉള്ള ലൈന് ചെറിയൊരു 4 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനൊന്നിങ്ങനെ ഒരു 4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. കാരണം ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറക്കുമ്പോൾ സംഖ്യകൾ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ 4 ഇഞ്ച് കൂട്ടിയിട്ട് മുകളിൽ 7 ഇഞ്ചാക്കി കൊടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് 7 ഇഞ്ച്, 7ൽ നിന്നും 2 ഇഞ്ച് കുറച്ചു. അപ്പോഴാണ് ഇവിടെ മുട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് 5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഭാഗത്തേക്കും 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ 5 ഇഞ്ചാണല്ലോ, ഈ 5ൽ നിന്നും വീണ്ടും 2 കുറക്കുക. അപ്പോൾ 5ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 3 ആണ്. അപ്പോൾ ആ ഒരു 3 നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും 3 മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്കും 3 മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒന്നും നമ്മൾ കൂട്ടണില്ല. തയ്യൽ തുമ്പ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കൂട്ടണത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു 3 പോയിൻറ്റും കൂടി സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഈ സൈഡിലുള്ള 3 പോയിൻറ്റും നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ക്രോച്ചിൻ്റെ ഇതേ വീതിക്ക് വരുന്ന ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ മുകളിൽ, ആ ഒരു പോയിൻറ്റും മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തെ പോയിൻറ്റും അതേപോലെ തന്നെ താഴെ ഭാഗത്തെ പോയിൻറ്റും കൂടി, ഈ ഒരു 3 പോയിൻറ്റും കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് ചെരിച്ച് ഇങ്ങോട്ടും വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മൾ വരച്ച് എടുക്കേണ്ടത്. പിന്നെ താഴെ ഭാഗത്തുള്ള തേരുവശം വെട്ടിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ വെട്ടിക്കളയേണ്ടവർക്ക് അത് കളഞ്ഞിട്ട് അവിടെ നിന്ന് ലെങ്ത്ത് എടുത്താലും മതി കേട്ടോ. അത് തയ്ക്കുമ്പോൾ തയ്യലിൻ്റെ ഉള്ളിലായിട്ട് പോകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ആ തേരുവശം കളഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഇത്രയും അളവ് എടുത്തല്ലോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് 1 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ 1 ഇഞ്ചൊന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടൊന്ന് ചെരിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. ഇതേപോലെ 1 ഇഞ്ചിലേക്കൊന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു. നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷേപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു വരച്ച ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ചിലിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ പാൻറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് മൊത്തത്തിൽ നമ്മൾ വരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. 11 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 37 ഇഞ്ചാണ്. അപ്പോൾ 37നെ 3 കൊണ്ട് ഭാഗിച്ച് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിവിടെ ക്രോച്ച് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടുത്തെ മൊത്തം അളവ് നോക്കി, അപ്പോൾ മൊത്തം അളവിൽ നിന്ന് പകുതിയാക്കി 7 ഇഞ്ച്. അപ്പോൾ ഈ ഒരു 7ൽ നിന്നും 2 കുറച്ച് നമുക്ക് ഈ മുട്ടിൻ്റെ ഇവിടുത്തെ അളവ് കിട്ടും 5 ഇഞ്ച്. അപ്പോൾ 5ൽ നിന്നും 2 കുറച്ച് താഴത്തെ വണ്ണം കിട്ടും 3 ഇഞ്ച്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കർവ് ചെയ്ത് വരച്ചെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്യട്ടെ. നിങ്ങളുടെ അളവ് എത്രയാണോ നിങ്ങൾ ബോഡിയിൽ നിന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും ഇതേപോലെ കാൽക്കുലേഷൻ ചെയ്തിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒന്നും ചേർക്കണില്ല, ഇതേപോലെ അങ്ങ് കട്ട് ചെയ്യാണ് ചെയ്യണത് കേട്ടോ. ഇനി ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് തുണി നീറ്റായിട്ട് തന്നെ മടക്കി ഇട്ട് കൊടുക്കുക. വളവോ തിരിവോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടിനും ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇനി നമ്മൾ മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലും 2 ഇഞ്ച് മാർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണമെന്നില്ല, ഞാനിവിടെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യാണ്. ഇവിടെ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നും ഈ 2 ഇഞ്ചിലേക്ക് ഇങ്ങോട്ട് വീതിക്കും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെയും 2 ഇഞ്ച് വീതം ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ച് വേണ്ടവർക്ക് മാർക്ക് ചെയ്യുക. അവിടെ ലൂസ് വേണ്ടവർക്ക് മാർക്ക് ചെയ്യുക. ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇവിടെ 1.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേപോലെ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് കർവ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു ക്രോച്ചും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ആ ഒരു സ്ഥാനം കറക്റ്റാണോ നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. എന്നിട്ട് ഇവിടെ നമ്മൾ 2 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് വേണം നമ്മളൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്ക് ഇതേപോലെ ആ 2 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ബാക്ക് പാർട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വശം നമുക്ക് ഇതിൻ്റെ ഒപ്പായിട്ട് കട്ട് ചെയ്താൽ മതി. ഈ സൈഡ് വശം ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്താണ് 2 ഇഞ്ച് വീതം നമ്മൾ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യണത്. പിന്നെ മുകൾ ഭാഗം ചെരിച്ചും ആണ് കട്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതേപോലെ ചെരിച്ച് വരച്ചു കൊടുത്ത ഈ 2 ഇഞ്ചിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി പോക്കറ്റ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. പോക്കറ്റിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് നമുക്കിവിടെ ഒന്ന് കട്ടിങ് കൊടുക്കാം. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എവിടെയാണ് പോക്കറ്റ് വെക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക. 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴത്തേക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെയും കട്ടിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുൻവശത്തെ 2 പീസും കൂടിയും ഒരുമിച്ചാണ് ഞാൻ കട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിലും പോക്കറ്റ് വെക്കേണ്ടവർക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് പോക്കറ്റ് വെക്കണത് കേട്ടോ. ഇനി നമുക്ക് ബാൻഡിനുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തപ്പോൾ 11 ഇഞ്ചാണല്ലോ വീതി കൊടുത്തിരുന്നത്. അപ്പോൾ അതിലേറെ നമ്മൾ 1 ഇഞ്ചോ 2 ഇഞ്ചോ ഏറിട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 11 ഇഞ്ചാണ് നമ്മൾ വീതി കൊടുത്തിരുന്നത്. അപ്പോൾ തുണി ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ 11 ഇഞ്ചിലേറെ നമ്മൾ 12 ഇഞ്ചോ 13 ഇഞ്ചിലോ ലെങ്ത്ത് എടുക്കുക. വീതി 4 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തു. ഈ ബാക്ക് പാർട്ടിനും ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേറെ 2 ഇഞ്ച് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ എടുത്ത തുണിയിലേറെ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുക. വീതി ഇതേപോലെ 4 ഇഞ്ച് മതി. അപ്പോൾ അങ്ങനെ ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും കൂടി ബാൻഡ് കട്ട് ചെയ്തെടുത്തു. ഇനി പോക്കറ്റിന് 11 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് വീതിയിലാണ് കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ചതുരാക്കി കൊടുക്കുക. അടിവശം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു പോക്കറ്റിൻ്റെ ഈ ഒരു ഷേപ്പിങ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പോക്കറ്റിനുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ 2 പീസും ഇതേപോലെ എടുത്ത് വെക്കുക. ഏതാണ് നമുക്ക് വലത് സൈഡിലേക്ക് വരുന്നത് വെച്ചാൽ അവിടെയാണ് ഞാൻ പോക്കറ്റ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ വെക്കുക. എന്നിട്ട് നല്ല വശത്ത് ആയിരിക്കണം നമ്മളെ പോക്കറ്റിൻ്റെ ആദ്യത്തെ തുണി ഇതേപോലെ വെച്ച് തയ്ക്കേണ്ടത്. അപ്പോൾ നല്ല വശത്ത് നിന്നും വെച്ച് തയ്ച്ചിട്ട് ചീത്ത വശത്തേക്ക് ഉള്ളിലേക്കാക്കി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ടിങ് കൊടുത്തല്ലോ ഈ ഒരു ഷേപ്പിൽ തന്നെ 1 ഇഞ്ച് മുകളിലും 6 ഇഞ്ച് താഴത്തായിട്ട് നമ്മൾ കട്ടിങ് ഇട്ടതുപോലെ തന്നെ ഒന്ന് ചെരിച്ചിങ്ങനെ തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഈ 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ച് ഇതേപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. നമുക്ക് ഈ അധികമുള്ള തുണി കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ കട്ടിങ് കൊടുക്കണില്ല. ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് പതിച്ച് തയ്ച്ചെടുക്കുകയാണ്.
എന്നിട്ടിനി ഇതിമൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം. ഇങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പോക്കറ്റിൻ്റെ മറ്റേ തുണി എടുത്തിട്ട് ഇതിമൊന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കട്ടോ. പോക്കറ്റിൻ്റെ ഈ ഒരു വശം നമുക്ക് ക്ലോസ് ചെയ്യാം. ഉള്ളിലേക്ക് പോകേണ്ട ഈ ഒരു വശം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ 3 സൈഡും തയ്ക്കട്ടോ. അപ്പോൾ നമ്മൾ പോക്കറ്റ് വെക്കുമ്പോൾ വശം കറക്റ്റാണോ നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ 2 വശത്തും നമുക്ക് പോക്കറ്റ് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു വശത്ത് മാത്രമേ പോക്കറ്റ് വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പോക്കറ്റ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടുമേണ് കേട്ടോ ഈ പോക്കറ്റ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് മുകളിലേക്ക് ആക്കി വെച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്മേ രണ്ടാമത്തെ വശം ഫ്രണ്ട് പാർട്ടിൻ്റെ രണ്ടാമത്തെ വശം എടുക്കുക. ഇതിൻ്റെ നല്ല വശവും നമ്മൾ എടുക്കണ തുണിയുടെ നല്ല വശവും ഫ്രണ്ട് പീസാണ് കേട്ടോ ഇത് രണ്ടും. ഇതേപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആദ്യം തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും കെട്ടിട്ട് തയ്ക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിമ കൂടെ തന്നെ വീണ്ടും റിട്ടേൺ 2 സ്റ്റിച്ച് കൊടുത്തു. ഇതേപോലെ ക്രോച്ച് ക്ലോസ് ചെയ്തു. കണ്ടില്ലേ, നല്ല വശം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇതിന്മേൽ ബാൻഡ് പിടിപ്പിച്ചെടുക്കണം. ഇത് രണ്ടും ഫ്രണ്ട് പാർട്ടാട്ടോ, മാറിപ്പോകരുത്. ഫ്രണ്ടും ബാക്കും മാറിപ്പോകരുത്. ആദ്യം നമ്മൾ ഫ്രണ്ടുമേ ആണ് കേട്ടോ ശരിയാക്കി എടുക്കുന്നത്. ഇനി ബാൻഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല വശത്ത് വെച്ചെടുക്കുക. നല്ല വശം ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ മുകൾ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ നല്ല വശത്താണ് ആദ്യം നമ്മൾ ബാൻഡ് വെച്ച് തയ്ക്കണത്. എന്നിട്ട് തിരിച്ച് നമ്മൾ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് തയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ 1/2 ഇഞ്ച് നമ്മളിവിടെ തയ്ച്ച് പിടിപ്പിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിമൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം. ഇതേപോലെ ബാൻഡിൻ്റെ പീസ് ഇതിമേ പതിച്ച് തയ്ച്ചെടുക്കുക. ഏറെയുള്ള തുണി ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല. അത് നമുക്ക് ബാക്ക് പാർട്ടും കൂടി ആയിട്ട് യോജിപ്പിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. ഇതേപോലെ ഫ്രണ്ട് പാർട്ടുമേ ബാൻഡ് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ ആദ്യം നമ്മൾ തയ്ക്കേണ്ടത് ഈ ക്രോച്ച് ഭാഗമാണ്. ക്രോച്ച് ഭാഗം ആദ്യം നമുക്ക് നമ്മൾ ഫ്രണ്ട് തയ്ച്ചതുപോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൽ തയ്ച്ച പോലെ തന്നെ 2 സ്റ്റിച്ച് ഇവിടെ കൊടുക്കട്ടോ. ഇതേപോലെ ക്രോച്ച് ഏരിയ തയ്ച്ചു. ഇനി നമുക്ക് ഇതിന്മേൽ ബാൻഡ് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ബാൻഡിന് പിടിപ്പിച്ചെടുക്കുമ്പോൾ നല്ല വശത്തേക്ക് ഇതേപോലെ വെച്ചെടുക്കുക. ബാൻഡിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചെടുത്തിട്ട് 1/2 ഇഞ്ചിൽ ഒന്ന് തയ്ക്കുക. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഇതിന്മേൽ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കണം. പതിച്ച് തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള തുമ്പ് വശം ഈ ബാൻഡിൻ്റെ അടിവശത്ത് വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാൻഡിന്മേൽ വെച്ചിട്ടാണ് നമ്മൾ പതിച്ച് തയ്ക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഫ്രണ്ട് പീസിലും നമ്മൾ തയ്ക്കേണ്ടത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം 1/2 ഇഞ്ച് ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് തയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ ആകത്തക്ക രീതിയിൽ ആദ്യം നമുക്ക് 1/2 ഇഞ്ച് ഇങ്ങനെ മുകൾ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് ബാക്ക് പാർട്ടാണല്ലോ നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിന് മാത്രമാണ് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ചുള്ള തുണിയാണ് നമ്മൾ ഇതിന്മേൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ച് എലാസ്റ്റിക്കാണ് കേട്ടോ, 1 ഇഞ്ച് വീതിയിലുള്ള എലാസ്റ്റിക്കാണ് ഞാൻ ഇതിനിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ ആകത്തക്ക രീതിയിൽ ഇങ്ങനെ കവർ ചെയ്തൊന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ പകുതി ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ടുള്ള അളവ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള അളവ് 12.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു 12.5 ഇഞ്ചാണ് നമ്മളെ
എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. അപ്പോൾ ഈ 12.5 ഇഞ്ച് ലെങ്ത്തിൽ എലാസ്റ്റിക് എടുക്കുക. എന്നിട്ടൊരു പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു എലാസ്റ്റിക് ഒന്ന് കടത്തി വിട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ കടത്തി വിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബാൻഡിൻ്റെ കുറച്ച് അറ്റത്ത് അധികം തുണിയുണ്ട്, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി ഞാനിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ കട്ട് ചെയ്യാമായിരുന്നു, ഞാനത് അത്ര ശ്രദ്ധിക്കാതെ അങ്ങനെ ബാൻഡ് ഇതാക്കി എടുത്തിട്ടോ. ഇതേപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഈ അറ്റുണ്ടല്ലോ ഇവിടെ ഒന്ന് വെച്ച് ആദ്യം ഒന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുന്ന എലാസ്റ്റിക് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തും തുണി അധികമായിട്ട് കിടക്കുന്നുണ്ട്, അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു വശത്തേക്ക് ഇട്ടിട്ട് ഇവിടെയും ഇതിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നിങ്ങനെ വലിച്ച് കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് തുണി കിടക്കും. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ വലിച്ച് പിടിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു തയ്യൽ ഇതേപോലെ വെച്ചിട്ട് പകുതിക്കൊന്നിങ്ങനെ വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കൂടെ തയ്ച്ചെടുക്കുക. പിന്നീട് ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം തയ്ച്ചെടുക്കാണ്ടില്ലേ. നല്ല വൃത്തിയിലും ഭംഗിയായിട്ട് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കുക. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ബാൻഡൊന്നും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വശം ചേർത്തി വെക്കുക. ഫ്രണ്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശം ചേർത്തി വെച്ചിട്ട് ഈ ഒരു ബാൻഡ് തയ്ച്ച ഈ ഒരു തയ്യലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു തയ്യലിൻ്റെ അതേ കറക്റ്റ് അളവിൽ തന്നെ ആയിരിക്കണം നമ്മളെ ബാക്ക് പാർട്ടിൻ്റെ ബാൻഡ് തയ്ച്ച ആ ഒരു തയ്യലും തമ്മിൽ ഒരേ അളവിൽ വെച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം തയ്ച്ചെടുക്കാം. ഇതേപോലെ കറക്റ്റാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഭാഗം തയ്ച്ചെടുക്കാം. അപ്പോൾ രണ്ടും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബാൻഡിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റാണോ നോക്കുക. അപ്പോൾ അവിടെ പതിച്ച് തയ്ച്ച് രണ്ടും ഒപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ താഴെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുകളിൽ നിന്നോ നിങ്ങൾക്ക് എങ്ങനെയാണോ നല്ല വൃത്തിയിൽ തയ്ക്കാൻ കഴിയുന്നത് വെച്ചാൽ അതേപോലെ തയ്ക്കുക. ഈ ബാൻഡിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു തയ്യലും കറക്റ്റാക്കി ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുവരെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതുവരെ ഞാൻ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. ഇവിടെ കെട്ടിട്ട് നിർത്തുകയാണ്, കാരണം ഫ്രണ്ട് ബാൻഡിൻ്റെ മുകൾ ഭാഗം അരയിഞ്ച് മടക്കി തയ്ക്കണം. അപ്പോൾ അത് ഞാൻ തയ്ച്ചിട്ടില്ല. അപ്പോൾ അതും കൂടി തയ്ച്ചിട്ട് വേണം നമുക്കിതിങ്ങനെ കവർ ചെയ്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഇനി നമ്മളിത് ഇങ്ങനെ ബാക്ക് പാർട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ നെക്കൊക്കെ മടക്കി തയ്ക്കുമല്ലോ, നെക്കിൻ്റെ ഷോൾഡർ ഭാഗം ഉള്ളിലേക്ക് കവർ ചെയ്ത് മടക്കി തയ്ക്കണത് പോലെയാണ് തയ്ക്കണത്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ ഈ ഒരു ബാൻഡ് അരയിഞ്ച് മടക്കി തയ്ക്കാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ ഇതൊന്ന് ആദ്യം മടക്കി തയ്ക്കണം. അപ്പോൾ ഇതേപോലെ അരയിഞ്ചിലൊന്ന് മടക്കി തയ്ച്ചെടുക്കുക. ഇതേപോലെ നമ്മൾ ബാക്കിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ബാൻഡ് ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചെടുത്തിട്ട് ഇവിടെ തയ്ച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എയറുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതേപോലെ വെച്ചെടുക്കുക കേട്ടോ. ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഇവിടെ ഒന്ന് തയ്ച്ച് എടുക്കുക. ഈ ഒരു തയ്യലിങ്ങനെ നേരെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗത്ത് തയ്ക്കേണ്ടത്. തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ബാൻഡ് ക്ലോസ് ചെയ്യണത്. അപ്പോൾ ഇതുവരെയാണല്ലോ നമ്മൾ തയ്ച്ചത്. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നേരെ നമ്മൾ തയ്ച്ചത് ഈ ഒരു ഭാഗം ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചെടുക്കുക. എന്നിട്ട് നേരെ ഇങ്ങോട്ടേക്കൊന്ന് തയ്ച്ചെടുക്കുക. കണ്ടില്ല, ഇപ്പോൾ തയ്ച്ചപ്പോൾ നമുക്കിവിടെ ക്ലോസ് ആയി കിട്ടി. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മറിച്ചിടുമ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ നല്ല കവർ ചെയ്ത് കിട്ടും. ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഭാഗം അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നല്ല കവറിങ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിമൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം. ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഭാഗം
ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ തയ്ക്കുമ്പോൾ ഈ ഒരു അറ്റത്തെ തുണി ഉണ്ടല്ലോ, ഈ ഒരു തയ്യൽ തുമ്പ്, ആ തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ താഴെ വരെ പതിച്ച് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ താഴെ വശം വരെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് അങ്ങേ വശവും തയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു വശം നമ്മൾ തയ്ച്ചു, പിന്നെ അതേപോലെ തന്നെ പതിച്ചും തയ്ച്ചെടുത്തു. ഇനി അങ്ങേ വശം നമുക്ക് തയ്ക്കാം. അവിടെ പോക്കറ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ പോക്കറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കണം. ആ ഒരു ഓപ്പൺ ഭാഗം പുറമേക്ക് വെച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു പോക്കറ്റിൻ്റെ ഈ ഒരു തുണി ഉണ്ടല്ലോ, ഇതാ അധികമായി കിടക്കണ ഈ ഒരു തുണി, അപ്പോൾ ഇതിന്മേൽ നമ്മൾ തയ്യൽ വീഴേണ്ടത് കേട്ടോ. പിന്നെ അങ്ങേ വശം ചെയ്തതുപോലെ തന്നെ ഈ ബാൻഡിൻ്റെ ഇവിടത്തെ സ്റ്റിച്ചും ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടുത്തെ സ്റ്റിച്ചും കറക്റ്റ് ആയിരിക്കണം, ഒരേപോലെ വെച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പിന്നെ പോക്കറ്റിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചുമേ പെടണം. ഇതേപോലെ വെച്ചെടുത്തിട്ട് ഈ ഒരു സൈഡും കൂടി നമ്മൾ മറുവശം തയ്ച്ചതുപോലെ തന്നെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു പോക്കറ്റിൻ്റെ ഈ ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതിമേ കുടുങ്ങാതെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടി മൂട്ടിയെടുക്കാം. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തയ്ച്ച് പോരാൻ പോക്കറ്റിൻ്റെ തുമ്പ് വശം ഒക്കെ ഇതിൻ്റെ ചോകട വരണം കേട്ടോ. പിന്നെ മടങ്ങാത്ത രീതിയിൽ തന്നെ തയ്ക്കുക, നിവർത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. നിങ്ങൾക്ക് മുകളിൽ നിന്നാണോ തയ്ക്കാൻ സുഖം എന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് തയ്ക്കുക കേട്ടോ. ഓരോരുത്തരുടെ കൈവശത്തിനനുസരിച്ച് മുകളിൽ നിന്നോ താഴത്തു നിന്നൊക്കെ തയ്ച്ച് പോരാം. അപ്പം ഞാനിവിടെ തയ്ച്ചതാ ഈ വശത്തേക്ക് എത്തി ഏറെയുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഫ്രണ്ട് ബാൻഡ് ഉണ്ടല്ലോ, അത് ബാക്കിലേക്ക് ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിമ കൂടെ തയ്ച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗം നല്ല കവറിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങേ വശം തയ്ച്ചതുപോലെ തന്നെ ഇതിമ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ തയ്ച്ച് താഴെ വരെ തയ്ച്ച് പോരുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ പതിച്ച് താഴെ വശം വരെ തയ്ച്ച് പോരട്ടോ. ഇതുവരെ ഞാൻ പതിച്ച് തയ്ച്ച് കൊടുത്തു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബാൻഡ് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് അകത്തൊക്കെ രീതിയിൽ വെച്ചിട്ട് ഫ്രണ്ട് ബാൻഡ് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇവിടെ വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് അകത്തൊക്കെ രീതിയിൽ കവർ ചെയ്ത് തയ്ക്കുക കേട്ടോ. ഇതേപോലെ തയ്ച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ തയ്ച്ചെടുത്തു. അപ്പോൾ ബാൻഡ് തയ്ച്ച് എടുത്തിട്ടോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇവിടെയൊക്കെ നമുക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട് അരയുടെ ഭാഗം. ഇനി നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ തന്നെ 4 ഇഞ്ച് വീതിയിലുള്ള തുണി എടുക്കുക. അപ്പോൾ താഴെ ഭാഗത്ത് നമ്മളിങ്ങനെ തുണി വെക്കാതെ കട്ടിങ്ങിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള കട്ടിങ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. എന്നിട്ട് ഇതേപോലെ 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരുക. തയ്ച്ച് പോന്നിട്ട് നമ്മളിതൊന്ന് പതിച്ച് തയ്ച്ചെടുക്കണം. പതിച്ച് തയ്ച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള തയ്യൽ തുമ്പൊക്കെ നമ്മൾ ഈ തയ്ക്കണ തുണിയുടെ താഴെ ആയിരിക്കണം കേട്ടോ. ഈ ബാൻഡുമ്മ തന്നെ വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക. ഇങ്ങനെ പതിച്ച് തയ്ച്ചതിന് ശേഷം നമ്മളിത് ഇങ്ങനെ മടക്കി തയ്ക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ വീതി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ 4 ഇഞ്ച് വീതിയൊക്കെ വേണമെന്ന് വിചാരിക്കും. 4 ഇഞ്ചോളം വീതി വേണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത്ര വീതി ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര വീതിക്ക് തുണി എടുക്കണ്ട. അപ്പോൾ ഞാൻ ഈ ഒരു 4 ഇഞ്ച് വീതിയിലാണ് തുണി എടുത്തിട്ടുള്ളത്. ഇതേപോലെയാണ് മടക്കി തയ്ക്കുക. നമുക്ക് ഏറെയുള്ള തുണി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇവിടെ ഏറെയുള്ള തുണി കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്യുക. എന്നാലേ മടക്കി തയ്ക്കുമ്പോൾ നമുക്കിത് ഫിനിഷിംഗ് ആയി കിട്ടുള്ളൂ. ഇതേപോലെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ.
ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കാം. അപ്പോൾ മടക്കോ ചുളിക്കോ ഒന്നുമില്ലാതെ കറക്റ്റാക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഏറെല്ല തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, നമ്മൾ താഴെ വശം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് മടക്കി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വീതിക്കാണ് നമ്മൾ താഴെ ഭാഗം കിട്ടുട്ടോ. ഇതേപോലെ തന്നെ അങ്ങേ കാലിൻ്റെ താഴെ ഭാഗം ഇതേപോലെ തന്നെ ഞാൻ തയ്ച്ചെടുക്കുന്നത്. 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരുക. എന്നിട്ട് ഇതിന്മേ പതിച്ച് തയ്ച്ചെടുക്കുക. ഇനി 2 സൈഡിലെയും തുണി ചെരിച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. ചുളിക്കൊന്നും ഇല്ലാതെ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കിയിട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഭാഗം തയ്ച്ചെടുത്തു. ഇനി നമുക്ക് സൈഡ് ഭാഗം മൂട്ടിയെടുക്കാം. അപ്പോൾ ഇതേപോലെ വെച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് മൂട്ടിയെടുക്കാം കേട്ടോ. ഈ ഒരു സൈഡ് മൂട്ടിയെടുത്താൽ നമ്മളെ പാൻറ്റിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ താഴെ ഭാഗത്ത് നിന്നും സ്റ്റിച്ച് തുടങ്ങിയിട്ട് ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് കൊണ്ടുവരാം. ഇനി അടുത്ത കാലും ഇതേപോലെ തന്നെ കേട്ടോ തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വീതി കറക്റ്റാണോ നോക്കുക. രണ്ടിൻ്റെയും വീതി ഒരേപോലെ ആക്കി വെച്ചിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ഈ ക്രോച്ചിൻ്റെ ഇതുവരെ ഇവിടെയും തയ്ച്ചെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഒന്നിച്ചിങ്ങനെ തയ്ച്ച് പോന്നാൽ മതി. 2 കാലിൻ്റെ വശവും ആദ്യം നമ്മൾ ക്രോച്ച് വരെ തയ്ക്കണത് എന്താ വെച്ചാൽ അത് കറക്റ്റ് ലെവൽ ചെയ്ത് പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രോച്ച് ഏരിയയിൽ നമുക്ക് അവിടെ ശരിയാക്കാം. അതിന് വേണ്ടിയിട്ടാണ് കാല് മുതൽ തയ്ച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടി നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റ് നല്ല വൃത്തിയിലും ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് എഴുതിയെടുക്കുക. ഇതേപോലെ അളവനുസരിച്ച് തയ്ച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാകുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.